കരുവന്നൂർ കേസിൽ ഇഡി നടപടി. സിപിഎമ്മിന്റെ 29 കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. മാസപ്പടി കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമെന്ന് ഇഡി. സിഎംആറിൽ നൽകിയ പണത്തിന്റെ സ്രോതസ് കണ്ടെത്തണം. നിലപാട് ഹൈക്കോടതിയെ അറിയിച്ച് ഇഡി. മനു തോമസിന്റെ വെളിപ്പെടുത്തൽ ആയുധമാക്കി പ്രതിപക്ഷം. ചർച്ച ചെയ്യണമെന്ന ആവശ്യം തള്ളി സ്പീക്കർ. മനു തോമസിന് വക്കീൽ നോട്ടീസ് അയച്ച് ജെയിൻ രാജ്. മനുവിന്റെ കോൺഗ്രസ് പ്രവേശനം ചർച്ച ചെയ്തിട്ടില്ലെന്ന് മാർട്ടിൻ ജോസഫ്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. അത് പ്രചരിപ്പിച്ച മുൻ ഭരണകക്ഷിയുടെ മുൻ MLA, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഒരാൾക്കെതിരായും ഒരു കേസും എടുക്കാതെ ബാക്കി സംസ്ഥാനത്ത് പല സൈബർ കേസുകൾ ഇഷ്ടംപോലെ സൈബർ പോലീസ് സ്റ്റേഷനുകൾ നടത്തിയ കേസുകളില് മറുപടി പറയുന്നത് എന്ത് ശരിയാണ്? KK ലതികയെ ന്യായീകരിച്ച MP രാജേഷ്. ലതിക MLA എന്താണ് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്ന കാര്യം ഞാൻ ഇവിടെ വായിച്ചതാണ്. അവര് വർഗീയ പ്രചരണത്തിനെതിരായിട്ടാണ് കുറിപ്പിട്ടിട്ടുള്ളത്. TP വധക്കേസ് പ്രതികൾ സുപ്രീം കോടതിയിൽ. ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത ഹർജി. ഡൽഹിയിൽ ദുരിതം വിതച്ച് കനത്ത മഴ. വെള്ളക്കെട്ടിൽ നിശ്ചലമായി നഗരം. വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നു വീണ് ഒരാൾ മരിച്ചു. റോഡ് ഇടിഞ്ഞു താണു. राष्ट्रपति अभिभाषण के बीच में कभी स्थगन प्रस्तावों को नहीं लिया जाता. नीट परीक्षा क्रमकेडिल पार्लियामेंट प्रक्षुब्धम. उनको हम जॉइंट मैसेज देना चाहते थे ऑपोजिशन और सरकार के साइड से कि इस मुद्दे को हम जरूरी मानते हैं और इसीलिए हमने सोचा था कि आज स्टूडेंट्स की रिस्पेक्ट करने के लिए हम नीट पर डिस्कशन करें. ചർച്ച ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി. ഇപ്പോൾ പരിഗണിക്കാനാകില്ലെന്ന് സ്പീക്കർ. राष्ट्रपति अभिभाषण में पूरे मुद्दे में गई है. आप राष्ट्रपति अभिभाषण पर चर्चा नहीं करना चाहते, आप मुद्दों पर बात नहीं करना चाहते. नीट के मुद्दों पर ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. 2020 ലോകകപ്പ് കിരീടമുയർത്താൻ രോഹിത്തിനും സംഘത്തിനും ഒരു ജയമകലെ. കലാശ പോരാട്ടത്തിൽ എതിരാളികൾ ദക്ഷിണാഫ്രിക്ക. ആശംസകളുമായി ആരാധകർ. വിശദമായ വാർത്തകളിലേക്ക്. ഡൽഹിയിൽ വീണ്ടും പെൺകുട്ടിയോട് കൊടും ക്രൂരത. 10 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു കൊന്നു. നരേല മേഖലയിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. 2 യുവാക്കളെ പോലീസ് പിടികൂടി. രാഹുൽ, ദേവദത്ത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ലായിരുന്നു. തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടുകിട്ടിയത്. സുവി വിശ്വനാഥിന്റെ റിപ്പോർട്ടിലേക്ക്. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കൊടും ക്രൂരതയാണ് രാജ്യതലസ്ഥാനത്ത് നടന്നിരിക്കുന്നത്. 10 വയസ്സുകാരിയാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയായിരിക്കുന്നത്. ഡൽഹി നരേല എന്ന് പറയുന്ന മേഖലയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. 2 പേർ ഈ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. രാഹുൽ, അതുപോലെ തന്നെ ദേവദത്ത്, ഇങ്ങനെ 2 യുവാക്കളാണ് പോലീസ് പിടിയിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ പെൺകുട്ടി അത്താഴം കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി നടക്കുകയായിരുന്നു. ആ നടക്കുന്നതിനിടയിൽ ഈ 2 പേർ, രാഹുലും ദേവദത്തും ചേർന്ന് ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു എന്നാണ് കേസ് വന്നിരിക്കുന്നത്. ഈ 2 പേരെ ഈ 2 പേർ ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവരെ 2 പേരെയും ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞത്. ഈ സമീപത്ത്, ഈ പെൺകുട്ടിയുടെ വീടിന് സമീപത്തുള്ള ഒരു പൊന്തക്കാട്ടിൽ മൃതദേഹം ഉപേക്ഷിച്ചതായി രാഹുൽ പോലീസിന് മൊഴി നൽകി. രാഹുലാണ് പോലീസിന് മൃതദേഹം കാട്ടിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അതിക്രൂരമായ ഒരു കൂട്ടബലാത്സംഗവും കൊലപാതകവുമാണ് നടന്നിരിക്കുന്നത്. ഇതിൽ രാഹുലിനും ദേവദത്തിനും പുറമെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടിയുടെ തല അടിച്ച്
പൂർണ്ണമായും തകർത്ത നിലയിലാണ് കാണപ്പെട്ടിരിക്കുന്നത്. എന്തെങ്കിലും വലിയ വസ്തുക്കൾ കൊണ്ടടിച്ച് പൂർണ്ണമായും തകർന്നിരിക്കുന്ന നിലയിലാണ് കാണപ്പെട്ടിരിക്കുന്നത്. അതിക്രൂരമായ കൊലപാതകം. നിർഭയ സംഭവത്തിന് ശേഷം നിയമങ്ങൾ അതീവ ശക്തമാക്കിയെങ്കിലും ഡൽഹിയിൽ നിന്ന് ഇപ്പോഴും തുടർച്ചയായി വരുന്നത് ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകത്തിന്റെ വാർത്തകൾ തന്നെയാണ്. ഇത് ഈ രാഹുലും അതുപോലെ തന്നെ ദേവദത്തും കസ്റ്റഡിയിലുള്ള രണ്ടുപേരും നരേല മേഖലയിൽ തന്നെ താമസിക്കുന്നവരാണ്. ഈ രാഹുൽ എന്ന് പറയുന്നയാൾ ഈ പെൺകുട്ടിയുടെ വീടിന് സമീപത്തുള്ള ഒരു റബ്ബർ ട്യൂബ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ദേവദത്ത് സമീപത്തെ ഒരു കുട നിർമ്മാണ കമ്പനിയിലുമാണ് ജോലി ചെയ്യുന്നത്. ഇരുവരെയും പോലീസ് ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന വിവരം അതിനുശേഷമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ഈ കേസ് ഇത് ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകം, കൂട്ടബലാത്സംഗമായിരുന്നു എന്നതും ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഡൽഹി രാജ്യ തലസ്ഥാനത്ത് നിന്ന് വരുന്നത് ദുഃഖകരമായ വാർത്തകൾ തന്നെയാണ്. 3 വയസ്സുകാർ ശക്തമായ വിയോജിപ്പാണ് സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. അതായത് ആലപ്പുഴ ജില്ലയിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നമ്മൾ ആദ്യഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ തോമസ് ഐസക്കോ, ജി സുധാകരനോ അടക്കമുള്ള ഏതെങ്കിലും മുതിർന്ന നേതാക്കന്മാരെ മത്സരിച്ചാൽ മാത്രമേ ഇത്തവണ വിജയിക്കാനാകൂ എന്നുള്ള അഭിപ്രായം ആദ്യഘട്ടത്തിൽ തന്നെ ജില്ലാ നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ ആ തീരുമാനത്തെ മറികടന്നുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം ഇവിടെ നിന്ന് നൽകിയ പേരുകളോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നൽകിയ അഭിപ്രായങ്ങളോ പരിഗണിക്കാതെയാണ് ഇവിടെ തുടർന്ന് AMRF തന്നെ മത്സരിപ്പിക്കാം. അത് സംസ്ഥാനത്ത് തന്നെ വിജയിച്ച ഏക സ്ഥാനാർത്ഥി എന്നുള്ള ഒരു പരിഗണന കൂടി AMRF ലഭ്യമാവുകയും ചെയ്തു. അത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത് തെറ്റായ തീരുമാനമായിപ്പോയി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ ജില്ലാ സെക്രട്ടേറിയറ്റിന്റേതായി ഉണ്ടായിട്ടുള്ളത് ഈ KC വേണുഗോപാൽ മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് വമ്പൻ പരാജയത്തിൽ നിന്ന് കരകയറാനായി കഴിഞ്ഞത് എന്നുള്ളതാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ, KC വേണുഗോപാൽ മത്സരിക്കാത്തൊരു സാഹചര്യത്തിലായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കാൻ വന്നിരുന്നെങ്കിൽ അവിടെ BJP ഈ ആലപ്പുഴയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമായിരുന്നു എന്നുള്ള വിലയിരുത്തലാണ് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല LDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നുള്ള ഒരു വിലയിരുത്തലും ഉയർന്നു, അഭിപ്രായങ്ങളും ഉയർന്നു. അത്തരത്തിൽ പിന്നെ ആരിഫിന്റെ സ്ഥാനാർത്ഥിയോടെ തോൽവി ഉറപ്പായിരുന്നു എന്നും തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാൻ വിട്ട നേതൃത്വത്തിന്റെ തീരുമാനം തെറ്റായിരുന്നു എന്നും ആണ് വിമർശനം ഉയർന്നത്. രാജു അബ്രഹാം തന്നെയായിരുന്നു അവിടെ പത്തനംതിട്ടയിൽ മത്സരിക്കേണ്ടത്. തോമസ് ഐസക്കിനെ ആലപ്പുഴയിൽ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു വമ്പൻ പരാജയത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു തിരിച്ചടിയും ഇടതുപക്ഷ വോട്ടുകൾ ഇത്രയധികം പോകുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ എത്തില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെള്ളാപ്പള്ളി നടേശന് പൂർണ്ണമായ പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. അതായത് വെള്ളാപ്പള്ളിക്ക് പിഴവില്ല. സംസ്ഥാന നേതൃത്വം പറഞ്ഞത് ഈഴവ സമുദായത്തിന്റെ വോട്ടാണ് ആലപ്പുഴയിൽ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ ചോർന്നിട്ടുള്ളത്. അതിൽ സംസ്ഥാന നേതൃത്വം നേരിട്ട് വെള്ളാപ്പള്ളി നടേശനെ ആക്രമിക്കുന്ന ഘട്ടത്തിൽ MP ഗോവിന്ദനും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും അടക്കം വിമർശിക്കുന്ന ഘട്ടത്തിലാണ് ഇവിടെ ഒരു പിന്തുണ വരുന്നത് എന്നുള്ളതാണ്. വെള്ളാപ്പള്ളിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന തോൽവിക്ക് പിഴവില്ല, മറിച്ച് വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നയാളാണ്, ഇനിയും യോജിച്ചു പോകാൻ കഴിയുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള അഭിപ്രായം ഉയർന്നു. മാത്രമല്ല ഈഴവ വോട്ടുകൾ അല്ല നഷ്ടമായത്, മറിച്ച് തിരിച്ചറിയേണ്ടത് അടിസ്ഥാന വർഗത്തിന്റെ വോട്ട് പാർട്ടിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അത് മത്സ്യത്തൊഴിലാളികളും കയർ തൊഴിലാളികളും കർഷകരും അടങ്ങുന്ന അടിസ്ഥാന വർഗം ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോട് മുഖം തിരിച്ചു എന്നുള്ള വിലയിരുത്തലാണ്. അത് വെള്ളാപ്പള്ളിയുടെ മാത്രം ഒരു കുഴപ്പമോ അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന്റെ മാത്രം പ്രശ്നമോ ആയി കണക്കാക്കാനാവില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ വന്നു. EP ജയരാജനും AK ബാലനുമെതിരെയും ഈ കമ്മിറ്റിയിൽ വിമർശനം വന്നു. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. കരുവന്നൂർ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റേത് ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടി. 29 കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. CPM ഓഫീസുള്ള സ്ഥലവും കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നു. ബാങ്ക് അക്കൗണ്ടുകളും കണ്ടുകെട്ടി. മാസപ്പടി കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് ED ഹൈക്കോടതിയിൽ. മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്കിന് കരിമണൽ കമ്പനിയായ CMRL നൽകിയ പണത്തിന്റെ സ്രോതസ് കണ്ടെത്തേണ്ടതുണ്ട്. CMRLന്റെ കണക്കുകൾ പലതും കൃത്രിമമാണ്. മാസപ്പടി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL കമ്പനി ജീവനക്കാർ സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ഈ സ്ഥാപനത്തിനെതിരെ നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ടെന്നും പേരുകൾ വെളിപ്പെടുത്താനാകില്ലെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചു. വാർത്താ ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് മനു തോമസിന് വക്കീൽ നോട്ടീസ് അയച്ച് P ജയരാജന്റെ മകൻ. സ്വർണം പൊട്ടിക്കൽ സംഘത്തിന് കോർഡിനേറ്റർ എന്ന ആരോപണം വ്യക്തിഹത്യയാണെന്ന് ജെയിൻ രാജ് ആരോപിക്കുന്നു. P ജയരാജനോടുള്ള വ്യക്തിവൈരാഗ്യമാണ് ആരോപണത്തിന് കാരണമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു.
മനു തോമസ് കോൺഗ്രസിലേക്ക് വരുന്ന കാര്യം സംസാരിച്ചിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. നീതിയുടെയും ന്യായത്തിന്റെയും ഭാഗമായി നിൽക്കുന്ന ആളാണ് മനു തോമസ്. കോൺഗ്രസിലേക്ക് വരാൻ താൽപര്യമെങ്കിൽ സ്വാഗതം ചെയ്യുന്നുവെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ന്യായത്തിന് നീതിയുടെയും ഭാഗത്താണ്, ഇപ്പോഴല്ല. അദ്ദേഹം ഒരു വർഷമായി അദ്ദേഹം നീതിയുടെയും ന്യായത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിൽ വരാൻ താല്പര്യപ്പെട്ടാൽ, ഇതൊരു ജനാധിപത്യ മതേതരത്വ പാർട്ടിയാണ്, ഈ പ്രസ്ഥാനത്തിലേക്ക് വരാൻ വേണ്ടി മനു തോമസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉന്നത നേതൃത്വവുമായി ആലോചിച്ച് അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യും. പി ജയരാജനും മകനുമെതിരെ മുൻ CPM നേതാവ് മനു തോമസിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് പരിഗണനയ്ക്കെടുക്കാതെ സ്പീക്കർ തള്ളി. വ്യക്തിപരമായ ആരോപണങ്ങളും അഭ്യൂഹങ്ങളും റൂൾ 50 അനുസരിച്ച് ചർച്ച ചെയ്യാനാകില്ലെന്നായിരുന്നു സർക്കാരിന്റെയും സ്പീക്കറുടെയും നിലപാട്. CPM-നെ പൊള്ളിച്ച മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ വെളിപ്പെടുത്തൽ സഭയ്ക്കുള്ളിലും ഉയർത്താനായിരുന്നു പ്രതിപക്ഷ ശ്രമം. സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ സംഘാംഗങ്ങളുമായി ഖാദി ബോർഡ് വൈസ് ചെയർമാനും കുടുംബത്തിനും പങ്കിടുന്ന ആരോപണം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സണ്ണി ജോസഫിന്റെ നോട്ടീസ്. തടസ്സവാദവുമായി പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ് എഴുന്നേറ്റു. സർ, ഇന്നത്തെ നോട്ടീസ് ചട്ടം 52(5) പ്രകാരം നിലനിൽക്കുന്നതല്ല. അത് അവതരിപ്പിക്കാൻ അനുമതി കൊടുക്കാൻ പാടില്ല എന്നാണ് ചെയറിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം 52(5) പറയുന്നത് മന്ത്രിയുടെ വാദം അംഗീകരിച്ച് സ്പീക്കറുടെ ഇടപെടൽ. റൂൾ 50 നോട്ടീസ് അനുമതിക്ക് നൽകുന്നത് സംബന്ധിച്ച് ചട്ടം 52 ക്ലോസ് 5 പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: വ്യക്തികളുടെ ഔദ്യോഗിക നിലയിലോ പൊതുകാര്യ നിലയിലോ അല്ലാതെയുള്ള അവരുടെ സ്വഭാവത്തെയോ നടപടിയോ കുറിച്ച് നോട്ടീസിൽ പരാമർശിക്കാൻ പാടില്ല എന്നതാണ്. ശ്രീ സണ്ണി ജോസഫും മറ്റംഗങ്ങളും ചേർന്ന് ഇന്നിവിടെ നൽകിയിട്ടുള്ള നോട്ടീസിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാന്റെ ഔദ്യോഗിക നിലയിലോ പൊതുകാര്യ നിലയിലോ അല്ലാതെയുള്ള നടപടികളെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചട്ടം 52 ക്ലോസ് 5 പ്രകാരം നോട്ടീസ് നിരസിച്ചിരിക്കുന്നു. യെസ്. സർക്കാരിന്റെയും സ്പീക്കറിന്റെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മനു തോമസിന്റെ ജീവന് ഭീഷണിയുണ്ട്, പാർട്ടിയെ സംരക്ഷിക്കുന്ന ക്രിമിനലുകളാണ് ഇതിന് പിന്നിലെന്നും പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. ഇപ്പോൾ ഒരു പുതിയ പ്രവണത, സർക്കാർ പ്രതിക്കൂട്ടിലാവുന്ന, പാർട്ടി പ്രതിക്കൂട്ടിലാവുന്ന ഒരു കാര്യവും സഭയിൽ ചർച്ചയ്ക്ക് വരാൻ പറ്റില്ല. മന്ത്രിമാർ പ്രതിരോധത്തിലാവുന്നത് സാർ, അത് ശരിയല്ല സാർ. ഞങ്ങൾ അതിൽ ശക്തിയായി പ്രതിഷേധിക്കുന്നു സാർ. ഇത് വളരെ പ്രധാനപ്പെട്ട കേരളത്തെ ഞെട്ടി. ഞാൻ എന്റെ സാർ, ഇത് സംസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നാട്ടിലെ ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് രാഷ്ട്രീയ നേതൃത്വം കൊടപിടിച്ചു കൊടുക്കുന്ന, പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സാർ. ഇതിൽ സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ മയക്കുമരുന്ന് വരെയുള്ള സംഭവങ്ങളുണ്ട്. ആ വിഷയം ഈ സഭയിൽ ചർച്ച ചെയ്യാൻ അനുമതി തരാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൌട്ട് ചെയ്യും. ഇറങ്ങിപ്പോക്കിനപ്പുറം കാര്യമായ പ്രതിഷേധം ഈ വിഷയത്തിൽ സഭയിൽ ഉയർത്താൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. വരും ദിവസങ്ങളിൽ ഈ വിഷയം സഭയിൽ വീണ്ടും കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വടകരയിൽ പ്രചരിച്ച കാഫിഡ് സ്ക്രീൻഷോട്ട് വിവാദം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ച CPM നേതാവും മുൻ MLA-യുമായ KK ലതികയ്ക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ലെന്ന് ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചു. ഫേസ്ബുക്കിൽ നിന്ന് റിപ്പോർട്ട് ലഭിക്കുന്നതനുസരിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മറുപടി നൽകിയ മന്ത്രി MB രാജേഷ് KK ലതികയെ ന്യായീകരിച്ചു. KK ലതികയ്ക്കെതിരെ കേസെടുക്കുന്നതിൽ വ്യക്തമായ മറുപടി സർക്കാർ പറയാതിരുന്നത് സഭയിൽ പ്രതിപക്ഷ ബഹളത്തിന് ഇടയാക്കി. വടകരയിലെ കാഫിർ പരാമർശം ചോദ്യോത്തരവേളയിലാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. മാത്യു കുഴൽനാടന് പുറമെ IC ബാലകൃഷ്ണൻ, KK രമ, TJ വിനോദ് എന്നീ പ്രതിപക്ഷ അംഗങ്ങളും സമാന ചോദ്യം ഉയർത്തി. വിഷയത്തിൽ ഫേസ്ബുക്കിനോട് വിവരങ്ങൾ തേടിയിട്ടുണ്ടെന്നും അത് കിട്ടുന്ന മുറയ്ക്ക് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. കൃത്യമായിട്ടുള്ള ഉത്തരമാണ് നൽകിയിട്ടുള്ളത്. ഈ പരാതി അന്വേഷണ ഘട്ടത്തിലാണ്. അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അതിന് പോലീസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. അല്ല, ഞാൻ പറഞ്ഞത് അഭിഭാഷകനായ ഒരു അംഗത്തിന് അറിയാവുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ
തുടർന്ന് നടപടികൾ സ്വീകരിക്കണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട് എന്നത്. അത് പോലീസ് ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഈ മറുപടിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു, ഇതിനെ അങ്ങേയറ്റത്തെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് എന്ന്. യൂത്ത് ലീഗ് പ്രവർത്തകനാണ് പ്രചരിപ്പിക്കപ്പെട്ടതെന്ന വസ്തുതാ വിരുദ്ധമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയത് എപ്പോഴാണെന്നും ഇലക്ഷൻ പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ ഔദ്യോഗികമായി ഈ വസ്തുതകൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതും സർക്കാരിന്റെ ശ്രദ്ധയിലുണ്ടോ? അന്വേഷണ ഘട്ടത്തിലാണ് ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ തേടുന്നു. ഇത് സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് എവിടെ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന്. ബഹുമാനപ്പെട്ട കെ ലതിക MLA എന്താണ് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്ന കാര്യം ഞാനിവിടെ വായിച്ചതാണ്. അവര് വർഗീയ പ്രചരണത്തിനെതിരായിട്ടാണ് കുറിപ്പിട്ടിട്ടുള്ളത്. ഇത് പിൻവലിച്ചത് സാധാരണഗതിയിൽ നമ്മുടെ ആരുടെയെങ്കിലും ഒരു പോസ്റ്റിനെ ദുരുപയോഗിച്ച് നാട്ടിൽ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ ഏറ്റവും പക്വമായ വിവേകപൂർണമായ നടപടി അത് പിൻവലിക്കുക എന്നതാണ്. അങ്ങനെ നമ്മൾ പലരും പിൻവലിച്ചിട്ടില്ലേ? എന്നാൽ മുൻ MLA KK ലതികയെ ഉൾപ്പെടെ ന്യായീകരിച്ചുകൊണ്ടുള്ള മന്ത്രിയുടെ മറുപടിയിൽ പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് മന്ത്രി ഒഴിഞ്ഞുമാറുകയാണെന്നും മന്ത്രിയും ചില ഭരണപക്ഷ അംഗങ്ങളും ചോദ്യോത്തരവേള ദുരുപയോഗപ്പെടുത്തുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ചോദ്യോത്തരവേള മന്ത്രിയും ഭരണകക്ഷി അംഗങ്ങളും കൂടി ദുരുപയോഗപ്പെടുത്തുകയാണ്. അങ്ങ് ഇതിനെ കൂട്ടുനിൽക്കരുത്. കാരണം ഇവിടുത്തെ ചോദ്യം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ സൈബർ കേസുകളോട് വായിച്ചോ, ഞങ്ങൾക്ക് എന്താ കുഴപ്പം? പക്ഷെ സാർ, ഞാൻ അങ്ങയോട് പറയുന്നു, ഇത് ചോദ്യോത്തരവേള ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകാൻ, ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി മനഃപൂർവ്വം 3-4 ഭരണകക്ഷി അംഗങ്ങൾ ഈ ചോദ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ. സാർ, ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യം. എന്നാൽ പ്രൊഫൈൽ വിവരം ഫേസ്ബുക്കിൽ നിന്ന് കിട്ടണമെന്ന് ആവർത്തിച്ച മന്ത്രി KK ലതികയുടെ FB പോസ്റ്റ് വർഗീയ പ്രചാരണത്തിന് എതിരായിരുന്നെന്നും സഭയെ അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. TP വധക്കേസ് പ്രതികൾ സുപ്രീം കോടതിയിൽ. ഹൈക്കോടതി വിധിച്ച ഇരട്ട ജീവപര്യന്തം ചോദ്യം ചെയ്താണ് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികളായ അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, രജീഷ്, ഷാഫി, ഷിനോജ് എന്നിവരാണ് അപ്പീൽ നൽകിയത്. 12 വർഷമായി ജയിലിലാണെന്നും ജാമ്യം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഹൈക്കോടതി ശിക്ഷിച്ച ജ്യോതി ബാബു, KK കൃഷ്ണൻ എന്നിവരും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. ജീവപര്യന്തം ശിക്ഷയ്ക്കെതിരായാണ് ഇവർ അപ്പീൽ നൽകിയത്. ഇരുവരെയും വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. കനത്ത മഴയിൽ ദുരിതത്തിലായി ഡൽഹി. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 1 മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണ് ഒരാൾ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഡൽഹിക്ക് പുറമെ ഉത്തർപ്രദേശിന്റെയും ഹരിയാനയുടെയും പല ഭാഗങ്ങളിലും ശക്തമായ മഴ ലഭിച്ചു. ഇന്നലെ രാത്രി മുതൽ നിലയ്ക്കാതെ പെയ്ത മഴയാണ് ഡൽഹിയെ വെള്ളത്തിൽ മുക്കിയത്. കൊണാട്ട് പ്ലേസിനോട് ചേർന്നുള്ള മിൻഡോ റോഡ്, എയിംസ് ആശുപത്രിക്ക് സമീപമുള്ള മൂൽചന്ദ് അണ്ടർപാസ്, കത്തവ്യ പത്ത് തുടങ്ങി നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇത് ഗതാഗത കുരുക്കിന് വഴിവെച്ചതോടെ ജനജീവിതം ദുസ്സഹമായി. ഡൽഹിയിലെ വിവിധ മെട്രോ സ്റ്റേഷനുകൾക്ക് സമീപവും ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും വെള്ളം കയറി. ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിന്റെ ആഭ്യന്തര ടെർമിനലിന്റെ മേൽക്കൂര ഇടിഞ്ഞു താഴെ വീണ് ഒരാൾ മരിച്ചു. ടാക്സി ഡ്രൈവറാണ് മരിച്ചത്. അപകടത്തിൽ മേൽക്കൂരയുടെ തൂണും മറിഞ്ഞു വീണു. നിരവധി വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്.
വിമാനത്താവളം സന്ദർശിച്ച വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു കൊല്ലപ്പെട്ടയാളുടെ കുടുംബാംഗങ്ങൾക്ക് 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. This structure has been built in 2009 and what we have asked the DIAL, Delhi International Airport Limited also, is to do a verification inspection from their side. Compensation has also been announced, 20 lakh for the deceased and also for the injured 3 lakhs. വിമാനങ്ങൾ റദ്ദാക്കിയ സാഹചര്യത്തിൽ യാത്രക്കാർക്ക് പകരം സംവിധാനം ഒരുക്കുകയോ ടിക്കറ്റ് തുക തിരികെ നൽകുകയോ ചെയ്യാൻ വിമാന കമ്പനികൾക്ക് CGCA നിർദ്ദേശം നൽകി. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഇടുക്കി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. മഴയുടെയും കാറ്റിന്റെയും ശക്തി കുറയുകയും അലർട്ടുകൾ പിൻവലിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചത്. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ആവശ്യമായ മുൻകരുതലോടെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു. മാവേലിക്കര വഴുവാടിയിൽ നിർമ്മാണത്തിലുള്ള കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് മേൽക്കൂര ഇളകി വീണ് 2 പേർ മരിച്ചു. മാവേലിക്കര സ്വദേശി ആനന്ദൻ, ചെട്ടികുളങ്ങര പേള സ്വദേശി സുരേഷ് എന്നിവരാണ് മരിച്ചത്. 3 മണിയോടെയായിരുന്നു അപകടം. കടൽക്ഷോഭത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് എറണാകുളം എടവനക്കാട് പഞ്ചായത്ത് പ്രതിനിധികൾ കളക്ടറുമായി നടത്തിയ ചർച്ച പരാജയം. ക്യാബിനറ്റ് മന്ത്രിമാർ ചേർന്ന് തീരുമാനിച്ച ശേഷമേ തീരുമാനമെടുക്കാവൂ എന്ന നിലപാടിലാണ് കളക്ടർ. ഇടവനക്കാട് ഇന്ന് പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണമായിരുന്നു. കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. ഫറോക്ക് സ്വദേശിയായ 12-കാരനാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ളത്. പൊതുകുളത്തിൽ കുളിച്ചതിന് പിന്നാലെയാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. സമീപകാലത്ത് സംസ്ഥാനത്ത് സ്ഥിരീകരിക്കുന്ന 3ാമത്തെ കേസാണിത്. നാട്ടുകാരുടെ ആശങ്ക പരിഗണിച്ച് കുളം ക്ലോറിനേറ്റ് ചെയ്തതായും കുളം അടച്ചതായും രാമനാട്ടുകര നഗരസഭാ ചെയർപേഴ്സൺ ബുഷ്ര റഫീഖ് പറഞ്ഞു. കളിയിക്കാവിള കൊലപാതകത്തിൽ ഒരാൾക്ക് കൂടി പങ്കെന്ന് പോലീസ്. തിരുവനന്തപുരം നേമം സ്വദേശി പ്രേമചന്ദ്രനാണ് പോലീസിന്റെ പിടിയിലുള്ളത്. പ്രധാന പ്രതി അമ്പിളി, ഗൂഢാലോചനയിൽ പങ്കെടുത്ത സുനിൽ എന്നിവർക്ക് പുറമെ കൊലപാതകം ആസൂത്രണം ചെയ്തതിൽ പ്രേമചന്ദ്രനും പങ്കുണ്ടെന്ന് പോലീസ് കരുതുന്നു. ഫോൺ രേഖകളുടെ അടിസ്ഥാനത്തിൽ പ്രേമചന്ദ്രനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ സിനിമാ ഷൂട്ടിംഗിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. അനുമതി നൽകിയവർ 7 ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ, അങ്കമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. സംഭവത്തിൽ ആരോഗ്യമന്ത്രി വിശദീകരണം തേടി. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം വ്യാഴാഴ്ച രാത്രിയാണ് രോഗികളെ വലച്ച് ചിത്രീകരണം നടത്തിയത്. ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന സിനിമയാണ് ഇവിടെ ചിത്രീകരിച്ചത്. രാത്രി 9 മണിയോടെ ആരംഭിച്ച ചിത്രീകരണം പുലർച്ചെ വരെ നീണ്ടുനിന്നു. അത്യാഹിത വിഭാഗത്തിലെ ലൈറ്റുകൾ മറച്ചും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയുമായിരുന്നു ചിത്രീകരണം. അഭിനേതാക്കൾ ഉൾപ്പെടെ 50ഓളം പേർ അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്നു. അത്യാസന്ന നിലയിലുള്ള രോഗിയുമായി എത്തിയ ആൾക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിക്കുവാനും കഴിഞ്ഞില്ല. പ്രധാന കവാടത്തിലൂടെ ആരെയും കടത്തിവിട്ടതുമില്ല. ഞാനൊരു രോഗിനെ കൊണ്ട് അത്യാസന്നയിൽപ്പെട്ട ഒരു രോഗിനെ കൊണ്ട് അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ കാണാൻ സാധിച്ചു ജനക്കൂട്ടമാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് അവിടെ എന്തോ അത്യാഹിതം സംബന്ധിച്ച ആൾക്കാർ ഓടിക്കൂടിയേക്കുന്നതാണ്. പിന്നീടാണ് മനസ്സിലായത് അവിടെ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത LFലോ അപ്പോളോ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ലക്ഷങ്ങളും 10,000ങ്ങളും കെട്ടിവെക്കേണ്ടി വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഓടിച്ചെല്ലുന്നത് നമ്മുടെ അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടുത്തെ കാഷ്വാലിറ്റി മറച്ചു വെച്ചുകൊണ്ട് അവിടേക്കുള്ള പ്രധാന കവാടം അത് കയറിട്ട് കെട്ടി 2 സെക്യൂരിറ്റിമാരെ നിർത്തിക്കൊണ്ട് സിനിമ ഷൂട്ടിങ്. നമ്മളിവിടെ ഉള്ളൊരു കലയ്ക്കോ ഒരു സിനിമയ്ക്കോ സിനിമക്കാർക്കോ ഒന്നും എതിരല്ല. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇതിനൊക്കെ അനുമതി കൊടുക്കുന്ന ആളുകളാരാണ്? ഒന്നില്ലെങ്കിൽ ഇതിൽ അഭിനയിക്കുന്ന കലാകാരന്മാർക്കൊരു ബോധം വേണ്ടേ? ഈ അടുത്തിടയ്ക്ക് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ പടം നമ്മൾ കണ്ടു. അതിൽ ഗുണാക്കേവ് അതുവരെ ഉണ്ടാക്കി സൃഷ്ടിച്ച് നമ്മൾ ഞെട്ടിച്ച കലാകാരന്മാരുള്ള കേരളത്തിലെ ഈ സിനിമാ ലോകത്തിന് ഒരു സെറ്റിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ലേ? ചിത്രീകരണ സമയത്ത് നിശബ്ദത പാലിക്കാൻ അണിയറ പ്രവർത്തകർ രോഗികളോടും കൂട്ടിയിരിപ്പുകാരോടും നിർദ്ദേശിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. അതേസമയം മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഷൂട്ടിന് അനുമതി നൽകിയതെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ന്യൂസ് 18നോട് പറഞ്ഞു. പൂർണ്ണമായി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തിയ സംഭവമാണ്. വേറെ ഇപ്പൊ തൽക്കാലം ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് അറിവായിട്ടില്ല കേട്ടോ. എല്ലാ മാനദണ്ഡങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. വേറെ പരാതി ഒന്നും വന്നിട്ടില്ല? വേറെ ഇതുവരെ ഒരു പരാതി വന്നിട്ടില്ല. ഇപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്.
അത് ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷെ പരാതി നമുക്ക് നോട്ടീസ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ. സിനിമ ചിത്രീകരിക്കാൻ അനുമതി നൽകിയവർ 7 ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ, അങ്കമാലി താലൂക്ക് സൂപ്രണ്ട് എന്നിവർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ISRO ഗൂഢാലോചന കേസിൽ സിബി മാത്യൂസ് അടക്കം പ്രതികൾ തെളിവ് നശിപ്പിക്കാനും സ്ത്രീത്വത്തെ അപമാനിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും കണ്ടെത്തൽ. തിരുവനന്തപുരം CJM കോടതിയിൽ CBI സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് കണ്ടെത്തൽ. കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കലും തടഞ്ഞുവെക്കൽ കുറ്റവും പ്രതികൾ ചെയ്തെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കാൻ ഗൂഢാലോചന നടത്തിയത് ജാമ്യമില്ലാ കുറ്റമാണ്. ക്രയോജിക് സാങ്കേതിക വിദ്യ തകർക്കാൻ പ്രതികൾ വിദേശ ശക്തികളുമായി ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു FIR. എന്നാൽ ഈ ആരോപണം കുറ്റപത്രത്തിലില്ല. കുറ്റപത്രം കോടതി അംഗീകരിച്ചു. 2020 ലോകകപ്പിൽ നാളെ ഫൈനൽ പോരാട്ടം. ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളി. രാത്രി 8 മണിക്ക് ബ്രിഡ്ജ് ടൗണിലെ ബാർബഡോസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 2007 കിരീടം നേടിയ ഇന്ത്യ ഇത് 3ാം തവണയാണ് ഫൈനൽ കളിക്കുന്നത്. കന്നി ഫൈനലാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക്. മഴ ഭീഷണിയുണ്ടെങ്കിലും മത്സരം തടസ്സപ്പെടില്ല എന്നാണ് പ്രവചനം. ഫൈനൽ തടസ്സപ്പെട്ടാൽ റിസർവ് ദിനത്തിലേക്ക് മത്സരം മാറ്റും. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.